ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഞങ്ങളുടെ ഗാർഡനിലോട്ട് വന്നാണ്. ഇത് കണ്ടോ, ഇത് ചെറിയാണേ, ഞങ്ങളുടെ ചെറി ട്രീ ആണിത്. നോക്ക്, എനിക്ക് കുറേയൊന്നും പറിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിവിടെ ഒരു ഏണി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹൈറ്റിലുള്ളതൊന്നും നമുക്ക് അധികം പറിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ നോക്ക്, ഇത് ഓൾമോസ്റ്റ് പഴുത്തു. പക്ഷെ ഇതിലും പഴുക്കും. നല്ല ഡാർക്ക് റെഡ് കളറാവും ഇത്. ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നല്ല ഡാർക്ക് റെഡ് ആയിരിക്കുന്നു. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആവും. പക്ഷെ എന്താ, അത് ഒരെണ്ണം പോലും നമുക്ക് കിട്ടത്തില്ല. അത് പറിക്കാൻ ചെല്ലുമ്പോഴത്തേന് അത് കിളി കുത്തിയിരിക്കും. ഇങ്ങനൊരു രീതിയിലാണെങ്കിൽ കുറേ കിട്ടും. അപ്പം ഞാനിവിടെ എനിക്ക് കൈയെത്താവുന്ന ഒക്കെ ഞാൻ പറിച്ചു. ഇത് ഞങ്ങൾ പറഞ്ഞ് തന്നെ വാങ്ങിച്ച തൈയാണ്. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ചെടി വാങ്ങിച്ചത്. ഒരു നഴ്സറിയിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു ഞങ്ങൾക്ക് നല്ല മധുരമുള്ള വേണമെന്ന്. അതിനിവിടെ സ്യൂസ് കിർഷ എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, നല്ല പഴുത്തതിൻ്റെ സൈഡ് കണ്ടോ, അതൊക്കെ കിളി കൊത്തിയേക്കുന്നത്. പഴുക്കാത്തത് അവർക്ക് വേണ്ട, അവർക്ക് കണ്ടാൽ അറിയാം. അവർക്ക് നല്ല പഴുത്തത് മാത്രമേ അവരെടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് കുറേ തീർന്നു കേട്ടോ. ഈ വീക്ക് തുടങ്ങിയപ്പോൾ ഒക്കെ ഈ മരത്തേൽ നിറയെ ഉണ്ടായിരുന്നു എല്ലായിടത്തും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ പറിച്ചു. അത് മാത്രമല്ല, പിന്നെ കിളികളും എല്ലാം കൊത്തി കഴിക്കുന്നതുകൊണ്ട് ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് തീരാറായി. ഇത് കണ്ടോ, ഞാൻ ഇപ്പം പറിച്ചതാ. നല്ലല്ലേ, നല്ല പഴുത്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ പഴുക്കാം കേട്ടോ. ഇവിടെ നല്ല പഴുത്തമുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. തമിഴിലും ഒക്കെ ഉണ്ട് കുറച്ചും കൂടെ പഴുത്തതാ. അവിടെയൊക്കെ കുറച്ചും കൂടെ പഴുത്തതുണ്ട്. പക്ഷെ അതൊക്കെ പറിക്കണമെങ്കിൽ നല്ല പണിയാണ്. ഇത് കണ്ടോ, നല്ല പഴുത്തത് കിളി കൊത്തിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അല്ലാത്തതാണെങ്കിലും നമുക്ക് ഇതൊക്കെ പറിക്കാൻ പാടാ, കൈ കൊണ്ട് എത്തത്തില്ല. ഇതുവരെ ഉണ്ടല്ലോ, കുറേ വർഷം ആയി ഇത് വെച്ചിട്ട്, 5-6 വർഷമായി. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ചെറി ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയില്ലായിരുന്നു കേട്ടോ. ആ പൂ വന്ന സമയത്ത്, പൂവൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര മഴയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ പൂവൊന്നും പോയില്ല. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പൂവൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു മഴ അങ്ങ് തുടങ്ങും. അപ്പോഴത്തേന് ആ പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ട് നമുക്ക് കിട്ടാനില്ലായിരുന്നു. അപ്പം ഞാനിനി ബാക്കി പറിക്കട്ടെ.